മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതല്ല, ഞാൻ ഈ ക്യാമറ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം മാനേഴ്സാണ്, മര്യാദയാണ് എൻ്റെ ഇന്നത്തെ വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്, വേറൊന്നും വിചാരിക്കരുത്. ഞാൻ അമേരിക്കയിൽ വന്ന സമയം, അതായത് 1999 അവസാനം വന്ന്, ഓക്കെ, ഇവിടെ വന്ന് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റായിട്ട്, അതായത് നമ്മൾ സാധാരണ കാണാത്ത പല കാര്യങ്ങളും, സ്വഭാവ മഹിമ എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ വന്ന ഉടനെ തന്നെ കാണാനും പഠിക്കാനും ആസ്വദിക്കാനും ഇടയായി. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്വഭാവം നല്ലതായിട്ടുള്ള ആൾക്കാർ, അതായത് മാനേഴ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, സ്വഭാവം നല്ലതായിട്ടുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും ഓർമ്മ വെക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ പഠിച്ച, കോളേജിൽ പഠിച്ച ആൾക്കാരിൽ ആരാണോ സ്വഭാവത്തിൽ നമ്മളുമായിട്ടുള്ള ഡീലിങ്ങിൽ വളരെ സൗമ്യനായി വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത ആൾക്കാരെ ഇന്നും ഓർമ്മയുണ്ട്. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കെപ്പോഴും അവരുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് നമുക്ക് ഓർമ്മ വരിക, അല്ലേ? ഇതേപോലെ തന്നെ ഇവിടെ വന്ന ശേഷവും പല ആൾക്കാരും, ഞാനുമായിട്ട് ഇടപഴകിയിട്ടുള്ള പല ആൾക്കാരും മരിച്ചുപോയ ആൾക്കാരുണ്ട്. അവരുടെയും ചില ആൾക്കാരെ ഓർക്കുമ്പം അവരുടെ പുഞ്ചിരിയുടെ വദനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് നടന്ന ഒരു 3 കാര്യങ്ങൾ ഞാൻ വന്ന് അധികം താമസം കൂടാതെ കണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാനിവിടെ വന്ന് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന എയർപോർട്ട്, കാലിഫോർണിയയിലുള്ള സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ അവിടെ ഇറങ്ങി. അവിടുന്ന് ഒരു സ്ത്രീ, ടാക്സി ഓടിക്കുന്നൊരു സ്ത്രീ എൻ്റെ പേരും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇത് 1999 അവസാനം. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് 10 വർഷം ജിദ്ദയിൽ വർക്ക് ചെയ്ത് നാട്ടിലൊരു 3-4 മാസത്തേക്ക് വെക്കേഷന് പോയി. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. സ്ഥലം അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എയർപോർട്ടിൽ കമ്പനി അയച്ച ഒരു സ്ത്രീ, ഒരു ടാക്സി ഓടിക്കുന്നൊരു സ്ത്രീ എൻ്റെ പേരും പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ടാക്സിയിൽ കയറി അവരെന്നെ കൊണ്ട് നമ്മുടെ സാൻ ക്ലാര എന്നാണ് ഒരു ഓഫീസ്, സാൻ ഹോസയിലായിരുന്നു. സാന്റാ ക്ലാരയിൽ പിന്നെ താമസം, മേ ബി അതർ വേ റൗണ്ട്. അപ്പം അവിടെ രാത്രി ഏകദേശം സന്ധ്യയായി, 7 മണി 8 മണിയായി കാണും. എന്നെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി, അപ്പാർട്ട്മെൻറ്റിൽ ഇറക്കി. അപ്പാർട്ട്മെൻറ്റും ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നാട്ടിൽ കാണുന്ന ടൈപ്പിലുള്ള ബിൽഡിംഗ് അല്ല, സൗദി അറേബ്യയിലുള്ള ടൈപ്പിലുള്ള ബിൽഡിംഗ് അല്ല, എല്ലാം പുതുമയാണ്. ആ എയർപോർട്ടിൽ നിന്ന് വണ്ടി വിട്ടിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്ത് വണ്ടി ഓടിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്താൻ. ഇതുവരെയുള്ള ആ റോഡിൻ്റെ അനുഭവങ്ങൾ, ആൾക്കാർ വണ്ടി ഓടിക്കുന്ന രീതികൾ, അതായത് എല്ലാം മര്യാദയായിട്ട് പോകുന്ന ഒരു സിസ്റ്റം, ഇത് വളരെ പുതുമയായിരുന്നു. അവിടെ കൊണ്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് അവിടെ ഇറക്കി. ഞാൻ ബെല്ലടിച്ചപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ത്യക്കാരുള്ള ഒരു 6-7 ആൾക്കാർ അവിടെ ഓൾറെഡി താമസിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുവന്ന് അവിടെ ഇറക്കി. അപ്പം ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു. ഞാനാണ് ആ സമയത്ത്, എനിക്ക് തോന്നുന്നത് പ്രായം കൂടുതൽ, അവരെല്ലാവരും ഏകദേശം 22, 23, 24 വയസ്സുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ആ സമയത്ത് സൗദിയിലൊക്കെ വർക്ക് ചെയ്ത് 10 വർഷം വർക്ക് ചെയ്ത് പോകുന്നത് കാരണം ഞാൻ ഐ തിങ്ക് മേ ബി 32, 33, 34 വയസ്സ് ആ പ്രായം ഉണ്ടാവും. അപ്പം ഞാനാണ് സീനിയർ. അവിടെ കൊണ്ട് എന്നെ ഇറക്കി. എനിക്ക് കിടക്കാനുള്ള സ്ഥലം കാണിച്ച് തന്ന്, എൻ്റെ ബെഡ് കാണിച്ച് തന്ന്, ഞാൻ ഈ 10, 25, 30 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് എത്തിയതാണ്. നന്നായിട്ട് ഉറക്കം ഉണ്ടായിരുന്നു. ഉറങ്ങി, ശരിക്കും കിടന്നുറങ്ങി. രാവിലെ എണീച്ചപ്പോൾ ഇവർ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ, എനിക്ക് ബ്രെഡോ ജാമൊക്കെ തന്ന്. എന്നിട്ട് ഇവരിന്ന് രാത്രി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു 9:30 രാവിലെ ബസ് വരും, 9:30. അപ്പോൾ 9:30 ബസ്സിന് നമ്മൾ ഇവിടുന്ന് 9:20 ഇറങ്ങണം. നമുക്കൊരു 6-7 മിനിറ്റ് നടന്ന് അവിടെ എത്തിയിട്ട് ബസ് പിടിക്കണം, ബസ് പിടിച്ച് പോകണം. ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവമാണ്. നമ്മുടെ
ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബസ്സിൽ കയറിയിട്ടുണ്ട്, ബസ്സിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്, തൂങ്ങിക്കിടന്നിട്ടുണ്ട്, പലതും സർക്കസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവിടെ വരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ അനുഭവം എന്താണെന്നുള്ളത് ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ 9:30-ക്ക് ബസ് വരും. അപ്പോൾ എന്നെ ഇവർ എണീപ്പിച്ച് ബ്രെഡും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന് ഞാൻ ഇവരുടെ കൂടെ നടന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 6-7 ആൾക്കാരുണ്ട്. ഈ റോഡൊക്കെ വളരെ നീറ്റ്, അതായത് വളരെ ഒരു വണ്ടിയും റോഡിലില്ല. പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ റോഡൊക്കെ വിജനം, വളരെ നല്ല രസം, റോഡൊക്കെ ക്ലീൻ. ഇത് കാലിഫോർണിയയാണ്. ഓക്കെ, അങ്ങനെ ഇവരുടെ കൂടെ ഞാൻ നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഈ റോഡൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. നടന്ന് അവിടെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ ഇൻ്റർസെക്ഷനിലെത്തി. ബസ് സ്റ്റോപ്പ് അപ്പുറത്തെ സൈഡിലാണ്, റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് നമ്മുടെ നാട്ടിലെ സിസ്റ്റം, ഞാൻ ആ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് എളുപ്പം കാണിച്ച്. അപ്പോൾ അവർ എന്നെ പിടിച്ച് നിർത്തി. അങ്ങനെ പോലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഈ കിളിയുടെ ഒരു ഒച്ച വരും ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ വാക്ക് എന്നുള്ള നടക്കാനുള്ള സൈനും വന്നു, ഒരു ചിഹ്നവും വന്നു. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി, അപ്പുറത്ത് പോയി ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നപ്പോഴത്തേക്ക് ഏകദേശം സമയം 9:29. ഓക്കെ, 9:30-ക്ക് ബസ് വരും. ഈ വാലി ട്രാൻസ്പോർട്ട് അതോറിറ്റി, VTA എന്ന് പറയും, കാലിഫോർണിയയുടെ അവിടുത്തെ ബസ്സാണ് VTA. 9:30 ഷാർപ്പ് 9:30 ആയപ്പോഴത്തേക്ക് വണ്ടി വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നു. 9:30 ഷാർപ്പ് വണ്ടി വന്ന് നിന്ന്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഫസ്റ്റ് അനുഭവം എനിക്ക് പറയാനുള്ളത്. ആ വണ്ടി വന്ന് നിന്നപ്പം ഫ്രണ്ടിൽ ഡോറുണ്ട്, മറ്റേ ഓട്ടോമാറ്റിക് ഡോറ്, പുറകിലും ഒരു ഓട്ടോമാറ്റിക് ഡോറുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് ഫ്രണ്ടിൽ ഓട്ടോമാറ്റിക് ഡോറിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഡോറ് തുറന്ന് ഞാൻ വലത് കാലെടുത്ത് വെച്ച് സ്റ്റെപ്പിനകത്ത് വണ്ടിയുടെ വെച്ച് കയറാൻ പോകുമ്പോഴത്തേക്ക് ആ ഡ്രൈവർ ഇരിക്കുന്നത് അറിയാമല്ലോ, ഇവിടെ അമേരിക്കയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, അതായത് ആൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി, അപ്പോൾ അയാൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അയാൾ ആദ്യം പറയുന്നത് എന്നെ നോക്കിയിട്ട്, ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു ഡൂയിങ് ടുഡേ? സർ എങ്ങനെയുണ്ട്, ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷങ്ങൾ, എല്ലാം സുഖമാണ്. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇത് ആദ്യമായിട്ട് ഒരു അമേരിക്കൻ ആളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഈ ഞാൻ പറയുന്നത്. അതായത് ഞാൻ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ പോയി അവിടെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് അമേരിക്ക എത്തി. ഇത് ഒരു വെള്ളക്കാരൻ, അതും ഏകദേശം ഒരു 60-70 വയസ്സ് കാണും അയാൾക്ക്. അയാൾ എന്നെ സാർ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. സർ, ഗുഡ് മോർണിംഗ് സർ, ഹൗ ആർ യു ഡൂയിങ് ടുഡേ? അങ്ങനെ ആ ഓർമ്മ, അയാളുടെ വിഷ്യം, അയാളുടെ ഈ മാനേഴ്സ്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ മാനേഴ്സ് അത് ഒരിക്കലും ഇന്ന് 26 കൊല്ലമായി ഇന്നും അയാൾ പറയുന്നതും അയാൾ ഇരുന്നതും അയാൾ നോക്കിയതും അയാളുടെ എക്സ്പ്രഷൻ, ഇതെല്ലാം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 26 കൊല്ലമായി. അത് ഒരു അനുഭവം, അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ ആ സംഗതിയൊക്കെ ആക്ച്വലി ഞാൻ എൻ്റെ ബുക്കിൽ ഈ കേരള ടു കരോളൈന എന്ന് പറയുന്ന ബുക്കിനകത്ത് ഇതുപോലുള്ള പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ബുക്കിപ്പം ആക്ച്വലി ആമസോണിൽ പ്രീ ഓർഡർ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ 99 രൂപയുള്ളൂ ഈ ബുക്കായിട്ട് കിട്ടും. ഇത് ബുക്ക് പ്രിൻ്റഡ് ബുക്കല്ല, ഈ ബുക്ക് ഇലക്ട്രോണിക് ബുക്കായിട്ട്. പിന്നെ രണ്ടാമതൊരു അനുഭവം ഉള്ളത്, നമ്മുടെ നാട്ടിൽ, ഞാൻ ആലപ്പുഴക്കാരനാണ്. ഓക്കെ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിൽ പോകും. അപ്പം കാശ് കൊണ്ടുപോകും, കാശ് കൊടുക്കും, സാധനം വാങ്ങിക്കും. ഞാൻ കണ്ടിട്ടുള്ള അധികം ആൾക്കാരും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അധികം ആൾക്കാരും ഈ ചില്ലറ കാശ് ബാക്കിയുള്ളത് അത് ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ എറിഞ്ഞു തരും. അപ്പം നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഈ പെറുക്കിയെടുക്കണം. അതായത് നമ്മുടെ കൈ തരത്തില്ല, എറിഞ്ഞ് നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് ഇട്ട് തരും. അത് നോട്ടായാലും അങ്ങനെയാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ അനുഭവം ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം കണ്ടത്, ഈ ഗ്രോസറി, അതായത് പലചരക്ക് കടകളിൽ പോയാൽ, അല്ലെങ്കിൽ ഏത് കടയിൽ പോയാലും, അപ്പോൾ നമ്മൾ തുണി വാങ്ങുന്ന കടയായാലും ഏത് കടയിൽ പോയാലും, അവർ ആ ചെക്കൗട്ടിൻ്റെ ടേബിളിൽ അവർ എൻട്രി ചെയ്തിട്ട് നമ്മൾ കാശ് കൊടുത്താൽ ആ കാശ് വാങ്ങിച്ച് ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലെ തരത്തുള്ളൂ, നമ്മുടെ കൈ നീട്ടണം, കയ്യിലിട്ട് തരും. അങ്ങനെ കയ്യിൽ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ പോകും. അതായത് എറിഞ്ഞ് തരത്തില്ല. അതൊരു വലിയൊരു സ്വഭാവ മഹിമ
എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഡീലിംഗ്, അവരുടെ ക്യാരക്ടർ എന്ന് എറിഞ്ഞു തരത്തില്ല. അതൊരു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഏത് കടയിൽ പോയാലും, ഇപ്പോൾ ഇവിടെ വലിയ വലിയ കടകളുണ്ടല്ലോ, വാൾമാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പല കടകളുണ്ട്. ഏത് കട, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, എവിടെ പോയാലും കടയായാലും പള്ളിയായാലും ചർച്ചായാലും എവിടെ പോയാലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ദൂരത്തിലായിരിക്കാം, ഒരുപക്ഷെ അടുത്തായിരിക്കാം. അപ്പോൾ അയാൾ ആ ഡോറിലെത്തിയിട്ട് അയാൾ ഡോറ് തുറന്നു, ഓക്കെ, എന്നിട്ട് അയാൾ ഉള്ളിൽ കയറി. എന്നാൽ അയാൾ ഡോർ അടച്ചങ്ങ് ഉള്ളിൽ കയറി അയാളങ്ങ് നടന്ന് പോകത്തില്ല. നമ്മൾ പുറകെ ഒരാൾ വരുന്നത് കണ്ടാൽ, ഓക്കെ, അവർ ആ ഡോറ് ഹോൾഡ് ചെയ്യും. ഡോറ് നമുക്ക് വേണ്ടി പിടിച്ച് നിൽക്കുവാണ്. നമ്മൾ വരുന്നത് വരെ, ചിലപ്പോൾ സമയം പിടിക്കും, നമ്മൾ നടന്ന് അവിടെ വരുന്നത് വരെ അവർ ഡോറ് പിടിച്ചതവിടെ നിൽക്കും. എന്നിട്ട് നമ്മൾ കയറും. ഉള്ളിൽ കയറിയിട്ട് നമ്മൾ താങ്ക് യു പറയും, അയാളും വെൽക്കം പറഞ്ഞ് പോകും. ഇതൊരു സ്ഥിരം സംഭവമാണ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം നമ്മളത് പഠിച്ചു. എവിടെ പോയാലും നമ്മളും ഡോറ് തുറന്നാൽ വേറെ ആരെങ്കിലും പുറകെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഡോറ് തുറന്ന് അവിടെ പിടിച്ചു നിൽക്കും, നമ്മൾ പോകത്തില്ല. ഈ 3 കാര്യങ്ങൾ ഇവിടെ വന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഇത് വളരെ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇത് ഡോർ ആരെങ്കിലും അങ്ങനെ തുറന്നിട്ട് നടന്ന് പോവുകയാണെങ്കിൽ അതിവിടെ ഭയങ്കരമായൊരു മോശപ്പെട്ടൊരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ഒരു സേയിങ് ഉണ്ട്. ഓക്കെ, അത് മുസ്നദ് അഹമ്മദിലുണ്ട്. അതിനകത്ത് പറയുന്നത്, ഓക്കെ, ഇന്നമ ബുഇസ്തു ലി ഉതമ്മിമ മഖാരിമൽ അഖ്ലാഖ്, ഞാൻ സദ്ഗുണത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി അതിന് വേണ്ടി മാത്രമാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതായത് നല്ല ക്യാരക്ടറിൻ്റെ കംപ്ലീഷൻ, അതിൻ്റെ എക്സലൻറ്റ് ക്യാരക്ടറിൻ്റെ കംപ്ലീഷന് വേണ്ടി മാത്രമാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഹദീസ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്വഭാവ മഹിമ എന്ന് പറയുന്നത് വലിയൊരു ഗുണമാണ്. നമുക്കെല്ലാവർക്കും അത് ഉണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് അങ്ങനെ ഉണ്ടായാൽ നമ്മളിൽ നിന്നും ആൾക്കാർക്ക് ഇത് പറയുന്നത് കണ്ടേജിയസ് ആണ്. ഒരാൾ ചെയ്തത് കണ്ടാൽ അടുത്ത ആൾക്കും ചെയ്യാൻ തോന്നും. അങ്ങനെ നമുക്കുണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല സ്വഭാവ മഹിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.